രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. അച്ഛനെന്ന് കൃഷി ഓഫീസറിനെ കാണാൻ പോയ സമയം മോൾ ഉറപ്പുമായിരുന്നു. അച്ഛൻ വരുമ്പോ കാണുന്നത് മോളുടെ മുറിയിലേക്ക് ഒരു വല്ലാത്ത ഭാവത്തോടെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെയാണ്. അപ്പൊ തന്നെ ഞാൻ അവനെ അവിടെ നിന്നും പിടിച്ച് പുറത്താക്കി. അവൻ എന്നെ വെല്ലുവിളിച്ചു. അച്ഛനെ ഞാൻ തന്നെ കെട്ടും മാമ, ഇല്ലേ കൊല്ലിഞ്ഞ. അത് ഞാൻ ജീവനോടുള്ളപ്പോ നടക്കില്ല സിദ്ധു, നടത്തില്ല. നമുക്ക് കാണാം. കാണാനൊന്നുമില്ല. നിന്നെ പോലുള്ള ഒരുത്തിന്റെ കയ്യിൽ ഒരിക്കലും ഞാൻ എന്റെ മോളെ ഏൽപ്പിക്കില്ല. അതിനുള്ള അവൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിദ്ധു രാമനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടാണ് അവിടെ നിന്ന് ഉറങ്ങിയത്. വൈകുന്നേരം തന്നെ അച്ഛൻ വൈശാഖനെ കാണാൻ പോയി. കാര്യങ്ങളെല്ലാം പറഞ്ഞു. സിദ്ധു കയറി വന്നതും വൈശാഖും സിദ്ധുവും കൂടി വാക്കുതർക്കമുണ്ടായി. വൈശാഖ ആദ്യമായി സിദ്ധുവിനെ തല്ലി വീട്ടിൽ നിന്നും പുറത്താക്കി. അന്നേരം അവന്റെ കണ്ണിലെ പക ഞാൻ കണ്ടതാ. മറ്റൊരു സിദ്ധുവായിരുന്നു. പിന്നെ മോന്റെ 20-ാം വയസ്സിലാണ് ഞാനും വൈശാഖും മീനയും കൂടെ സിദ്ധുവിനെ കാണാൻ പോകാൻ തീരുമാനിച്ചത്. മറുപേജ് ആരോ കീറിയതുപോലെ. അങ്ങനെ 3 പേജ് ആരോ കീറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ബ്ലാങ്കുമാണ്. അച്ചു വേഗം എല്ലാ പേജുകളും മറിച്ചു നോക്കി. അതിലൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പൊ അച്ഛനെയും മാമനെയും മാമിയും കൊന്നതാണോ? അതും സിദ്ധുവായിരുന്നോ? പക്ഷെ എന്തിന്? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ മിസ്സിംഗ് ആണ്. ആരോ ഈ ഡയറി വായിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് കീറാൻ സാധ്യതയില്ല. അച്ചു വേഗം ഡയറി അടച്ചു വെച്ച് ഭദ്രമായി ഒരു തുണിയിൽ പൊതിഞ്ഞ് മറ്റൊരു ഷെൽഫിലെടുത്തു വെച്ചു. അപ്പോഴേക്കും ഡോറിൽ മുട്ടുകെട്ടു. ഡോറ് തുറന്നതും മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന ഐഷു. ഞാൻ എഴുന്നേറ്റപ്പോ അമ്മ പറഞ്ഞു നീ വന്നിട്ടുണ്ടെന്ന്. ഞാൻ വന്നു നോക്കിയപ്പോ നീ നല്ല ഉറക്കമായിരുന്നു. അല്ല, നീ വാതിലടച്ച് കൂട്ടി എന്തെടുക്കുമായിരുന്നു? അച്ഛന്റെ ഡയറി കിട്ടിയിടാ. എപ്പോ? ദശയുടെ ഓഫീസ് മുറിയുന്നു. പിന്നെ അവിടെ നടന്നതല്ലേ അച്ഛ പറഞ്ഞു. അപ്പൊ അടിച്ചു മാറ്റിയതാണ്. ആ ദിവസം ഓർമ്മ വന്നത്. അച്ചു എന്ന് വിറച്ചുപോയി. മനസ്സിലായില്ലേ? നമ്മുടെ അച്ചുവിനെ കാണാൻ ദശരീസ് അവരുടെ മുറിയിൽ രാത്രി ചെന്നത്. അച്ചുവിന്റെ കയ്യിൽ പിടിച്ച് ഐഷു വലിച്ചപ്പോഴാണ് ആ ഓർമ്മയിൽ നിന്നും പുറത്തു വന്നത്. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അച്ചുവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഐഷു മീറ്റിംഗിന് നടന്നതും പിന്നെ അൻവർ നടത്തിയ പ്രകടനമെല്ലാം പറഞ്ഞു. ധ്രുവ് അവനോടുത്ത ശിക്ഷ പറഞ്ഞതും അച്ചുവിന്റെ ബോധം ഇപ്പൊ പോകുന്നായി. അച്ചു അച്ചു എടാ, അപ്പൊ ദുശ്ശേരനെക്കാൾ സഹിക്കുവാണോ ധ്രുവേട്ടൻ? അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലാവുന്നേ? ഞാൻ എന്നേ മനസ്സിലാക്കിയതാണ്. എന്റെ കല്യാണം ഉൾപ്പെടെ അങ്ങേര് കളിച്ച കളിയാണെന്ന് എനിക്ക് തോന്നുന്നേ. പാവോഷ്, സ്വന്തം അനിയനാണ് ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞ അവനെ ജീവനോടെ വെച്ചേക്കും ആവോ. ശത്രുക്കളെല്ലാം ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുകയാണ്. ഡേവിഡിന്റെ മുന്നിൽ എല്ലാവരും അവരവരുടെ തീരുമാനം പറയാൻ നിൽക്കുകയാണ്. എനിക്ക് ദക്ഷിണ വേണം ഡേവിഡ്. ആരോഹി. എനിക്ക് ധ്രുവിനെ. മൗന. എനിക്കും വേണം. ഇയാൾ പറഞ്ഞ വ്യക്തിയുടെ പേര് ബ്ലാങ്ക് ആണ്. തൽക്കാലം നമുക്ക് ഒരു എക്സ് എന്ന് വിളിക്കാം. അത് ഇത്തിരി റിസ്ക് ആണത്. സോ അത് വിടുന്നതായിരിക്കും നല്ലത്, ഡേവിഡ് പറഞ്ഞു. നോ, അങ്ങനെ അവസാനിപ്പിക്കാനല്ല. അവൾ എനിക്ക് വേണം. എന്റെ കൈ കിടന്ന് പെടയണം. ഡേവിഡ് സമ്മതം മൂടി. എനിക്ക് അഹല്യയെ വേണം. വരുൺ. അത് മാത്രം നടക്കില്ല. എന്റെ അനുജൻ ആഗ്രഹിച്ച പെണ്ണാണ് അവള്. അവളെ എന്റെ കൈ കൊണ്ട് കൊന്നിട്ട് വേണം അലക്സിന്റെ കല്ലറയിൽ അവളുടെ രക്തം കൊണ്ട് അഭിഷേകം ചെയ്യാൻ. നോ, പറ്റില്ല. എന്നാൽ ഈ ഡീലിന് എനിക്ക് സമ്മതമല്ല. വരുൺ ദേഷ്യത്തോടെ അലറി. ഓക്കെ, ഗുഡ് ബൈ. വരുൺ, എനിക്ക് നിന്നെ കൊണ്ടൊരു ഉപകാരമില്ല, മറിച്ച് ചിലപ്പോ ഉപദ്രവമാവും. സോ ബൈ. ഡേവിഡ് പറഞ്ഞു നിർത്തിയത് ഒപ്പം തന്നെ വെടിവെച്ച് കേട്ടു. എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി. ദക്ഷ ഇവിടെ ഉള്ളപ്പോ നമുക്ക് അവരുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ല. സോ അവസരത്തായി കാത്തിരിക്കണം. അത് ഞാൻ തന്നെ വഴിയെ ചെയ്തോളാം. അതിനുള്ള പണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ രണ്ടും പൊക്കോളും, ഡേവിഡ് ഗൗരവത്തോടെ പറഞ്ഞു. എല്ലാവരും അത് കേട്ട് തലയാട്ടി. പിന്നെ കൂടെ നിന്ന് കാലുമാറിയ ഇപ്പൊ കണ്ടല്ലോ, അതായിരിക്കും ഡേവിഡ് നൽകുന്നത്. എല്ലാവരും പേടിയോടെ അവനെ നോക്കി. ഡേവിഡ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആരോഹി. ദക്ഷിണ ഇവിടെ നിന്ന് മാറ്റുകയും വേണം, അഹല്യ അവന്റെ ഉപയോഗിച്ച് കൊല്ലുകയും വേണം. അതെങ്ങനെ നടക്കും? അതൊക്കെ അവൻ വരും. ഡേവിഡ് ഗൂഢമായി ചിരിച്ചു. ഇച്ചായ, ആ ഓഫീസർ വന്നിട്ടുണ്ട്. എല്ലാവരോടും പോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് അവൻ തന്റെ ഓഫീസ് ക്യാബിനിലേക്ക് നടന്നു. സത്യ തന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡേവിഡിനെ കാണാൻ തീരുമാനിച്ചു. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തണം. സത്യ ഡേവിഡിന്റെ ക്യാബ് തുറന്നു കയറി. വെൽക്കം മിസ്റ്റർ സത്യദേവ് IPS.
സത്യം ഒന്ന് മൂളി. എന്താണാവോ ആഗമന ഉദ്ദേശം? സി ഡേവിഡ്, ഞാനൊരു വാർണിംഗ് തരാൻ വേണ്ടി വന്നതാ. നിങ്ങളുടെ ഇല്ലീഗൽ ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലും തെളിവുണ്ടോ IPS? തെളിവൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തരം ബിസിനസ് നിർത്തുന്നതാ നല്ലത്. ഞാനായി തെളിവ് കണ്ടുപിടിച്ച് പിന്നെ ഒറ്റൊരെണ്ണം ഭൂമി കാണിയല. ഓ, IPS ടെററാവല്ലേ? നിങ്ങൾ പ്രൂവ് ചെയ്യേ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഡേവിഡ്, നിങ്ങളെ മരിച്ചുപോയ അനിയനില്ലേ അലക്സ്, അവനെ കുറിച്ചുള്ള കൂടുതൽ തെളിവ് എന്റെ കയ്യിലുണ്ട്. മരിച്ചുപോയ ആളെ കോടതി കയറ്റാൻ പറ്റില്ലല്ലോ. മരിച്ചതല്ലല്ലോ ഡേവിഡെ, കൊന്നതല്ലേ. ഡേവിഡിന്റെ അതേ പരിഹാസത്തോടെ സത്യം പറഞ്ഞു. ഞാൻ ഈ സിറ്റിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു തരത്തിലുള്ള ലീഗൽ ബിസിനസ് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കേസ് അന്വേഷിക്കുന്നത് ഞാനായതുകൊണ്ട് ഒരു തരം തെളിവ് പോലും ഞാൻ ബാക്കി വെക്കില്ല. ഓർമ്മയിലിരിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് സത്യ പുറത്തേക്ക് പോയി. ഇച്ചായ, പണി കൊടുക്കണോ? വേണ്ട, ഇപ്പൊ അവനെ പൂട്ടിയാൽ ശരിയാവില്ല. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ലോഡ് നിർത്തിവെക്കണം. അവനെ ഭയക്കണം. കാരണം അവന്റെ കണ്ണിൽ കണ്ട ആത്മവിശ്വാസം, അതാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത്. എന്തോ നമ്മളെ സംബന്ധിച്ച് എന്തോ തെളിവ് അവന്റെ കയ്യിലുണ്ട്. ഇച്ചായ, ലോഡ് നിർത്തിവെക്കണമെന്ന് പറഞ്ഞ ഇന്ന് 100 പെൺകുട്ടികളാണ് കയറ്റി അയക്കേണ്ടത്. അത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാകത്തേ ഉള്ളൂ. ഓക്കെ, ഇന്നത്തെ ഡീല് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നത് വരെ ലോഡൊന്നും എടുക്കണ്ട. മനസ്സിലായോ? ചായ, അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? സിദ്ധു ഇപ്പൊ ജീവനോടെ ഇല്ലല്ലോ. ആ അലക്സ് അല്ലേ കൊന്നത്. ആ അലക്സിനെ ദക്ഷേട്ടനും കൊന്നു. അപ്പൊ ചാപ്റ്റർ ക്ലോസ്. എടാ, അമ്മ ഇതുവരെ സിദ്ധു മരിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ആ നീയായിട്ട് പറയേം വേണ്ട. ശരിയടാ, ഞാൻ പോയൊന്ന് ഫ്രഷ് ആവട്ടെ. എന്നാ നീ ചെല്ല്, എനിക്കൊന്ന് ഫ്രഷ് ആവണം. ഐഷു പോയത് അച്ഛൻ നേരെ ടവൽ എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി കുളിച്ച് ആ ടവലും ചുറ്റി പുറത്തേക്ക് ഇറങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറാൻ നിന്നത് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടവൾ ഞെട്ടിത്തെറിച്ചു പോയി. ബാബി ഗേൾ. അച്ഛൻ ഒരു നിമിഷം വിറച്ചുപോയി. അവളുടെ പുറകിൽ വന്ന് വയറിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് താടി അവളുടെ ഷോൾഡറിൽ കുത്തിക്കൊണ്ട് അവൻ ഒന്നുകൂടി വിളിച്ചു, ബാർബി ഗേൾ. ആ, എന്റെ അനുവാദമില്ലാതെ ഒരു സാധനം എടുക്കുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ? ദശേട്ടാ, ഞാൻ. അവളുടെ ചുണ്ടിന് കുറുകി ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് അവൾ പറയാൻ പോകുന്നതിനെ തടഞ്ഞു. നീ തെറ്റ് ചെയ്തു അഹി, എ ബിഗ് മിസ്റ്റേക്ക്. അവൾ അറിയാതെ ഉമിനീരിറക്കി. ദശ അവളുടെ ടവൽ വകഞ്ഞു മാറ്റി കൈയുള്ളിലേക്ക് കടത്തിയതും അച്ചു ശ്വാസം ആഞ്ഞു വലിച്ചു. അവന്റെ കൈ വയറിലെ പൊക്കിൽ ചുഴിയിൽ വട്ടം വരച്ചുകൊണ്ടിരുന്നു. ദശേട്ടാ, പ്ലീസ്. നോ അഹി, നീ തെറ്റ് ചെയ്തു. അതിനുള്ള ശിക്ഷയെ അനുഭവിക്കണം. പെട്ടെന്നാണ് അവൻ അവളെ കറക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ഒറ്റ സെക്കൻഡിൽ നടന്നതിനാൽ എന്താ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാ, ഞാൻ നിന്നെ എന്ത് ചെയ്താലും നിന്റെ കൈ എന്റെ ശരീരത്തിൽ സ്പർശിക്കാൻ പാടില്ല. അഥവാ സ്പർശിച്ച ഞാൻ എന്ത് ചെയ്യുന്നോ അത് നീ സഹിക്കേണ്ടി വരും. അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി പതിയെ അവളുടെ ടോപ്പ് തലവഴി ഊരിമാറ്റി. അച്ചു ഒന്ന് വിറച്ചു. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നോർത്ത് അവളിൽ വെപ്രാളം വന്നു മൂടി. ദശ അവളെ നോക്കി പതിയെ അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. ആ! കുഞ്ഞു കുഞ്ഞു താടി രോമങ്ങൾ കുത്തിയിറങ്ങിയ വേദനയിൽ അച്ചു ഒന്നേരെ വിളിച്ചുപോയി. അവന്റെ നാവ് ആ നേവൽ റിങ്ങിൽ ചുറ്റി വലിച്ചതും അച്ചു കൈകൾ ബെഡിൽ മുറുക്കി പിടിച്ചു. അവൻ നൽകുന്ന ആ വേദനയിൽ അവൾക്ക് വികാരങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. അവൾ കുറെ പ്രാവശ്യം അവന്റെ ശരീരത്തിൽ തൊടാനാഞ്ഞ കൈകളെ പ്രയാസപ്പെട്ട് അടക്കി ബെഡിൽ പിടിച്ച് മുറുക്കിക്കൊണ്ടിരുന്നു. അവൻ തന്റെ നാവ് പൊക്കിൽ ചുഴിയിൽ കുത്തിയിറക്കിയതു അച്ചു പെട്ടെന്ന് അവന്റെ തലമുടിയിൽ പിടിച്ചുപോയി. ആ സമയം തന്നെ അവൻ ചെയ്യുന്ന പ്രവൃത്തി നിർത്തി അവളെ നോക്കി. അച്ചു അവന്റെ നോട്ടം കണ്ട് ഉമിനീരിറക്കിപ്പോയി. ദശേട്ടാ, ഞാൻ അറിയാതെ. ദശപാത്തിയെ അവളിൽ നിന്ന് എഴുന്നേറ്റ് മാറി റൂമിൽ തന്നെയുള്ള ഒരു കുഞ്ഞു മുറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ട് അച്ചു ഭയന്നു. കാരണം ആദ്യത്തെ അനുഭവം അവൾ അത്രത്തോളം വേദനിപ്പിച്ചിരുന്നു. ഇനിയും. അച്ചു ഭയത്തോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. കുറച്ചു കഴിഞ്ഞ് തന്റെ കൈകൾ ബന്ധിപ്പിക്കുന്ന അറിഞ്ഞ അച്ചു കണ്ണുകൾ വലിച്ചു തുറന്നു. വലത് കൈ കട്ടിലേക്ക് കൂട്ടിക്കെട്ടി. അതുപോലെ തന്നെ ഇടത് കൈ ദശ കൂട്ടിക്കെട്ടുകയാണ്. ദശേട്ടാ, എന്താ ചെയ്യാൻ പോകുന്നേ? എന്റെ കൈ എന്തിനാ കെട്ടുന്നേ? അഴിക്ക്. സോറി ബാർബി ഗേൾ, ഇറ്റ്സ് മൈ പണിഷ്മെന്റ്, സോ വെരി പെയിൻഫുൾ. വന്യഭാവത്തോടെ പറഞ്ഞതും അച്ഛൻ ഞെട്ടിത്തരിച്ചുപോയി.
അവൻ അവളിൽ നിന്നും അകന്നു. തൻ്റെ കാൽ സൈഡിലേക്ക് പോകുന്നത് കണ്ട് അവൾക്ക് മനസ്സിലായി കാലും കെട്ടാൻ പോവുകയാണെന്ന്. ദശേട്ടാ നോ. ഇരു കാലുകളും കെട്ടി ടേബിളിൽ നിന്നും ഒരു മെഷീൻ എടുത്തുകൊണ്ട് വന്നു. തൻ്റെ അരയിൽ കയറിയിരുന്നു കൊണ്ട് അത് ഓൺ ചെയ്തത് അച്ചു കിടുകിടാ വിറച്ചുപോയി. വേണ്ട ദശേട്ടാ, പ്ലീസ്, ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല, പ്ലീസ്, അവൾ തൊഴുകയ്യോടുകൂടി പറഞ്ഞു. നോ ബാർബി ഗേൾ, പ്ലീസ് ദശേട്ടാ, തന്നാലാകും വിധം കൈകാലുകൾ അടച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അവൻ അതൊന്നും കേൾക്കാതെ ആ മെഷീൻ ഓൺ ചെയ്ത് അവളുടെ മാറിലേക്ക് അടുപ്പിച്ചു. ആ അച്ചുവിന്റെ കരച്ചിൽ ചീലുകൾ ആ മുറിയാകെ അലയടിച്ചു. വേണ്ട വേണ്ട ദശേട്ടാ. കൈകാലുകളെല്ലാം കെട്ടിയിരിക്കുന്നതിനാൽ പോലും സാധിക്കുന്നില്ല. എന്നാലും തന്നാലാകും വിധം ശരീരം അനക്കാൻ നോക്കുന്നുണ്ട്. കരഞ്ഞ് കരഞ്ഞ് ഏങ്ങലുകൾ മാത്രമായി. കുറച്ചു കഴിഞ്ഞതും തൻ്റെ മാറിലൊരു തണുപ്പറിഞ്ഞതും അവൾ ആ മാറിലേക്ക് നോക്കി. 2 ലെറ്ററുകളാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടിയിലായി 2 പേരുകളും നെയിം ചെറിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ദശ അവൾ നോക്കുന്നത് കണ്ട് കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു. അവളെ എഴുന്നേൽപ്പിച്ച് നേരെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി. അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൂൾ ബാർബി ഗേൾ, എനിക്കറിയാം നിനക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന്. സോ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എന്നാലേ ഇനിയൊരു തെറ്റ് ചെയ്യുമ്പോൾ യു റിമെമ്പർ ദിസ്. അച്ചുവിന്റെ കവളിൽ ഒരു മുഖച്ചുകൊണ്ട് അവൻ പറഞ്ഞു. കരഞ്ഞ് കരഞ്ഞ് മുഖമാകെ ചുവന്ന് കിടപ്പുണ്ട്, അതുപോലെ ചുണ്ടും. അവൻ അവളെ തിരിച്ചു നിർത്തി അവളുടെ ചോരച്ചുണ്ടിനെ സ്വന്തമാക്കി വന്യമായി തന്നെ. പോയി ഫ്രഷ് ആയിട്ട് വാ, പിന്നെ വാസലിൻ പുരട്ടിയിട്ട് കുളിച്ചാൽ മതി. 3 വീക്ക് അങ്ങനെ നോക്കണം. ഗുഡ്, പോയി വാ. അച്ചുപാതി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി. തുടരും.